കഴിഞ്ഞ ആഴ്ചയാണ് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 17.5 അപ്ഡേറ്റ് നമ്മുടെ എല്ലാം ഡിവൈസുകളിൽ റിലീസ് ചെയ്തത്. ആ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ 6 ദിവസമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ലഭിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ഐഫോൺ 13, 14 മറ്റുള്ള ഡിവൈസുകളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും, അതോടൊപ്പം നിങ്ങൾ യൂസേഴ്സിന് തന്നിട്ടുള്ള ഫീഡ്ബാക്കും, നിങ്ങൾ ചോദിച്ചിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസും അതിനുള്ള ഉത്തരങ്ങളും, അതോടൊപ്പം ഇന്നലെ ആപ്പിൾ 17.5.1 എന്ന് പറയുന്ന ഒരു മൈനർ അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം. ഇതിൽ ഏറ്റവും ആദ്യം ഇന്നലെ റിലീസ് ചെയ്ത 17.5.1 അപ്ഡേറ്റ്, ഇത് 15 സീരീസിൽ ഐഫോൺ 15 Pro ആണ്. അതിൽ ഏകദേശം 300 MB ആ ഒരു റേഞ്ചിലാണ് വന്നത്. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസുകൾ അനുസരിച്ച് അത് വേരി ചെയ്യും. കാരണം ഇത് ഐഫോൺ 13 Pro ആണ്. ഇതിൽ വന്നത് ഏകദേശം 1.78 ആണ്. കാരണം നിങ്ങൾ ഇതിൻ്റെ പ്രീവിയസ് അപ്ഡേറ്റ് എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് എപ്പോഴും പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് ഇന്നലെ അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വന്നു ഐഫോൺ 13 Proയിൽ റൺ ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 17.5.1 അപ്ഡേറ്റ് തന്നെയാണ് 13 Proയിൽ റൺ ചെയ്യുന്നത്. പിന്നെ ചിലവർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ആപ്പിൾ അടിക്കടി ഇങ്ങനെ അപ്ഡേറ്റ് ഇറങ്ങുന്നത്? ഇത് കൊണ്ടുവന്നതിൻ്റെ പുറകിലുള്ള പ്രധാന റീസണും ആപ്പിൾ ഇവിടെ തന്നെ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദിസ് അപ്ഡേറ്റ് ഇംപ്രൂവ്സ് ഇമ്പോർട്ടൻറ്റ് ബഗ് ഫിക്സസ് ആൻഡ് അഡ്രസ്സസ് എ റെയർ ഇഷ്യൂ where photos that experience database corruption could reappear in the photo library even if they were deleted. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ആണോ എന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നമ്മൾ നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ചില ഫോട്ടോസ് ഈ ഒരു 17.5 അപ്ഡേറ്റിന് ശേഷം വീണ്ടും റീഅപ്പിയർ ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം. ഇതിൻ്റെ പുറകിൽ സംഭവിക്കുന്ന യഥാർത്ഥ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചില യൂസേഴ്സ് ചില ഫോട്ടോസ്, നമ്മൾക്കറിയാം നമ്മൾ ഫോട്ടോ ലൈബ്രറിയിൽ മാത്രമല്ല നമ്മുടെ ഫയൽസ് ആപ്പിലും എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് നമ്മൾ ചിലപ്പം സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഇൻ കേസ് അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ചില ഇമേജസ് നമ്മൾ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കിയാലും ചിലപ്പം ഫയൽസ് ആപ്പിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ആക്കാൻ മറന്നുപോകും. സോ അങ്ങനെ നിങ്ങൾ ഡിലീറ്റ് ആക്കാതെ പോയ ഇമേജസ് ആണ് നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ വീണ്ടും റീഅപ്പിയർ ആയത്. അത് ആക്ച്വലി ആപ്പിളിൻ്റെ സെർവർ സൈഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഈ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഉണ്ടായ ആ ഒരു ഫോട്ടോ വീണ്ടും റീഅപ്പിയർ ആകുന്നതിൻ്റെ ഇഷ്യൂ. ഈ ഒരു കാര്യം കേട്ടപ്പം എല്ലാവർക്കും ഒബ്വിയസ്ലി തോന്നും, ആപ്പിൾ വാതോരാതെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നത്. പ്രൈവസി നമ്മളുടെ ഓൺ ഡിവൈസ് ആണ് പ്രൈവസി ആപ്പിളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവരുടെ ക്ലൗഡ് ത്രൂ ഒന്നും തന്നെ ചെയ്യാറില്ല. എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്ന ഓൺ ഡിവൈസ് ആണ്. സോ അങ്ങനെ പറയുന്ന ഒരു കമ്പനി പെട്ടെന്ന് എന്തുകൊണ്ട് ഇവരുടെ ഫോട്ടോസ്, നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് വീണ്ടും നമ്മളെ ഫോണിൽ കാണിക്കുന്നു എന്നുള്ള ഡൗട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ ക്ലൗഡിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ആക്ച്വലി സംഭവം അതല്ല. ക്ലൗഡിലോ സെർവറിലോ ഒന്നും പോയിട്ടില്ല. നിങ്ങൾ ഫയൽസ് ആപ്പിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നതും എന്നാൽ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടുള്ള ഫോട്ടോസാണ് വീണ്ടും കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം നമ്മളുടെ ഫോട്ടോസ് ആപ്പിനകത്ത് റീഅപ്പിയർ ചെയ്തത്. രണ്ടാമത് ആളുകൾക്ക് ഉണ്ടായ മറ്റൊരു കൺസേൺ ആണ്, ഈ ഒരു സംഗതി വന്നതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ്ലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ആരെങ്കിലും നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സംഗതി നമ്മൾ ഡിലീറ്റ് ആക്കിയ ഫോട്ടോസോ വല്ലതും കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു പ്രോബ്ലം ഫോട്ടോസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മളുടെ ഫയൽസ് ആപ്പിൽ നിങ്ങൾ സേവ് ചെയ്തേക്കുന്ന ഇമേജ് ഫയൽസിന് മാത്രമേ ഈ ഒരു സംഭവം വന്നിട്ടുള്ളൂ, ഇമേജ് ഫോർമാറ്റിലുള്ളത്. യാതൊരു വീഡിയോസും റീഅപ്പിയർ ആയിട്ടുള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ യാതൊരു യൂസേഴ്സോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ആപ്പിൾ 17.5.1 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള ബഗ്ഗുകൾ, അതിൻ്റെ സൊല്യൂഷൻസിലേക്ക് വരുമ്പം നിങ്ങൾ തന്നിട്ടുള്ള ഫീഡ്ബാക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുമാണ് ഇനി സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ആണ്. അതായത് പ്രധാനമായിട്ടും കോൾ ഡ്രോപ്പ് ആകുന്നു, കോൾ ഒന്നെങ്കിൽ കണക്റ്റ് ആകത്തില്ല അല്ലെങ്കിൽ ഡ്രോപ്പ് ആകുന്നു. ഈ ഒരു ഇഷ്യൂ ഞാനിത് നേരത്തെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ജിയോ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇഷ്യൂ അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എടുത്തൊരു മെത്തേഡ്, ഇത് ഞാൻ നേരത്തെ ബ്ലോക്ക് ചെയ്തതാണ്. അതായത് ഇങ്ങനെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ കണക്റ്റ് ആകത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ എൻഗേജ്ഡ് ടോണിൽ ഇങ്ങനെ വന്ന് കണക്ട് ചെയ്യുന്ന പോലെ കാണിക്കും. നമുക്ക് ശരിക്കും ദേഷ്യം വരും. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് സെറ്റിങ്സിനകത്ത് പോയി, ചിലവരുടെ ഡിവൈസിൽ സെല്ലുലാർ എന്നല്ലായിരിക്കും, മൊബൈൽ ഡാറ്റ എന്നായിരിക്കും. സോ നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ വൈഫൈ കോളിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ആദ്യമേ അങ്ങനെ ഡിസേബിൾ ചെയ്തേക്കുക. ഈ വൈഫൈ കോളിങ്ങിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം, നമുക്ക് ശരിക്കുള്ള പ്രോപ്പർ കവറേജ് ഇല്ലാത്ത സ്ഥലത്ത്, അതായത് നമ്മുടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ത്രൂ നമുക്ക് ചാനൽ ചെയ്ത് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ പലപ്പോഴും നമ്മൾ ചിലപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ, ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർ വൈഫൈ ഉള്ളതുകൊണ്ട് നമ്മളുടെ മൊബൈൽ ടവറിലെ സിഗ്നൽ പകരം
വൈഫൈ കോളിംഗ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ഡിവൈസ് സ്വിച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മിക്കപ്പോഴും ഈ ഒരു കോൾ ഡ്രോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ കോൾ കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. സോ നിങ്ങളത് ഡിസേബിൾ ചെയ്യുക. പിന്നെ സ്റ്റോറേജ്, ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് സ്റ്റോറേജ് എസ്പെഷ്യലി iPhone 13 Proയിൽ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തപ്പം ആക്ച്വലി ചെയ്യുന്നതിന് മുന്നേ എനിക്ക് സ്റ്റോറേജ് ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു 5-6 GB ഫ്രീ അപ്പ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും യൂസേഴ്സ് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്ഡേറ്റ് ചെയ്തു എൻ്റെ സ്റ്റോറേജ് കുറഞ്ഞു എന്നുള്ളത്. ആക്ച്വലി അത് എന്തെങ്കിലും ബഗ് ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പം ഉള്ള സ്ഥലവും കൂടെ അല്ലെങ്കിൽ സ്റ്റോറേജ് സൈസും കൂടെ അത് ഒക്യൂർ ചെയ്യത്തില്ല. ഒന്നതിൻ്റെ മുകളിലേക്ക് അത് റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി നിങ്ങൾ ഫോണിൽ OT അപ്ഡേറ്റ് ചെയ്യുമ്പം അത് ഓവർ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ iTunes ഉപയോഗിച്ച് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്റ്റോറേജ് ഒരിക്കലും പോകത്തില്ല. അത് കൂടുതൽ സ്റ്റോറേജ് നിങ്ങൾക്ക് എളുപ്പം ആക്കി തരും. ആക്ച്വലി iTunes ഉപയോഗിച്ച് ചെയ്യുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, iTunes ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ലാപ്പും കമ്പ്യൂട്ടർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. കാരണം അതിലൂടെ നമുക്ക് ബഗ് ഫിക്സ് ഉണ്ടാകും മേജറായിട്ടുള്ള. രണ്ടാമത് സ്റ്റോറേജ് നമുക്ക് കുറേ അധികം റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെ വരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മളെ സ്റ്റോറേജ് ഓപ്ഷനിൽ iCloud ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റോറേജ് കാണിക്കുന്നത്? ഇത് ആക്ച്വലി നമ്മളെ iCloud ഡ്രൈവ് എന്ന് പറയുന്നത് ക്ലൗഡാണ്. അതിലേക്ക് നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന ഫയൽസ് എല്ലാം എനിക്ക് ഏകദേശം 20 GB ഉണ്ട്. അങ്ങനെയുള്ള ഫയൽസ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഫോണിലേക്ക് ടെമ്പററി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ സ്റ്റോറേജ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കത് കാണണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ അൺസിങ്ക് ചെയ്താൽ മതി. അതായത് iCloud ഡ്രൈവിൻ്റെ ഓപ്ഷൻ നമ്മുടെ സെറ്റിങ്സിനകത്ത് നിന്ന് ഇവിടെ ഈ ഉള്ള iCloud ഡ്രൈവിൻ്റെ ഓപ്ഷൻ സിങ്ക് ദിസ് iPhone എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ സ്റ്റോറേജിൻ്റെ ഓപ്ഷനകത്ത് ആ ഒരു സംഭവം കാണിക്കത്തില്ല. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 5-6 ദിവസം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പെർഫോമൻസ് ബാറ്ററിയിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് യാതൊരു മടുപ്പോ ഹാങ്ങോ അങ്ങനെ വേറെ ഗ്ലിച്ചോ കാര്യങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നേരത്തെ ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആയിരുന്നു. നമ്മൾ ലോക്ക് സ്ക്രീനിലാണെങ്കിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ സ്ക്രീൻ വേക്ക് ആകത്തില്ലായിരുന്നു. അതിപ്പം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അതുപോലെ യാതൊരു സ്റ്റട്ടറിങ്ങോ അല്ലെങ്കിൽ ലാഗോ ഹാങ്ങോ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന 17.5.1 എന്ന് പറയുന്ന അപ്ഡേറ്റ് അത് ഈ ഒരു പെർഫോമൻസിനെയോ അല്ലെങ്കിൽ ബാറ്ററിനെയോ യാതൊരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ എപ്പോഴും ലഭിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ബാറ്ററി. എല്ലാവരും ഈ ഒരു ബാറ്ററി ഹെൽത്ത് എന്തായി എന്നുള്ളത് നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. 15 സീരീസിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 282 സൈക്കിളിൽ എനിക്ക് 94 ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ഞാൻ വളരെ റഫായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. യാതൊരു മയവും ഇല്ലാതെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി iPhone 13 സീരീസിൻ്റെ ബാറ്ററിയിലേക്ക് വരുമ്പം ഇതുവരെ ഞാൻ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് 84% ആണ്. ഇനിയും ഇത് പൊക്കോളും. ഒരു 70% വരെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ഫോൺ ബാറ്ററി ഹെൽത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയാനുള്ള കാര്യമാണ്, അപ്ഡേറ്റ് വന്നു ഉടനെ ബാറ്ററി ഹെൽത്ത് എത്രയാണെന്ന് നോക്കാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അത് ആക്ച്വലി ഒരു പ്രോബ്ലമാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ് ഈ ബാറ്ററി ഹെൽത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സ്വന്തം ഹെൽത്ത് നോക്കുക, ബാറ്ററി ഹെൽത്ത് അതിൻ്റെ വഴിക്ക് വിടുക. ഇത് ഞാൻ പലതവണയും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ചില ആളുകൾക്ക് വീണ്ടും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു. ഇനി കമൻസിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കിൽ കൂടുതലും ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ്. എസ്പെഷ്യലി ഓവർ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം യൂസേഴ്സ് ധാരാളം കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ്. ഫോൺ അപ്ഡേറ്റ് ചെയ്തു 17.4 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഓവർ ഹീറ്റിംഗ്, ഡിവൈസ് ഹീറ്റ് ആകുന്നു. അതോടൊപ്പം തന്നെ യൂസേജിൻ്റെ സമയത്തുണ്ടാകുന്ന ഹീറ്റിംഗ്. അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കിൽ കുറേയധികം യൂസേഴ്സും ഒരു 80% യൂസേഴ്സും തന്നിട്ടുള്ളത് ഇപ്പം ചാർജിങ് ചെയ്യുന്ന സമയത്ത് ഫോൺ ചൂടാകുന്നില്ല എന്നുള്ളതാണ്. സോ ആ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു സോൾവ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി ബാക്കി കുറച്ച് യൂസേഴ്സിന് ഇപ്പോഴും സ്റ്റിൽ ഈ ഒരു ചാർജ് ചെയ്യുന്ന ടൈമിൽ ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ യൂസേജിനെ ബേസ് ചെയ്തിരിക്കും. കാരണം എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നത് പല രീതിയിലാണ്. അതുകൊണ്ട് അവരുടെ ഒരു യൂസേജിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിരിക്കും ഡിവൈസിൻ്റെ ആ ഒരു ബിഹേവിയർ. സോ അതും കൂടെ നിങ്ങൾ കണക്കിലെടുക്കുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ ബാറ്ററി ഓവർ ഹീറ്റിങ്ങിൻ്റെ എസ്പെഷ്യലി വൈൽ ഓൺ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഞാൻ 2 തവണയൊക്കെ ഒരു ദിവസം ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ 80% ലിമിറ്റ് വെക്കുന്ന സമയത്ത് നമ്മളുടെ യൂസേജ് എല്ലാവർക്കും ഒരേ യൂസേജ് ഇല്ല. പക്ഷേ എൻ്റെ യൂസേജിൽ ഒരു 6 മണി ഈവനിങ് ഒക്കെ ആകുമ്പം ഒരു പ്രാവശ്യം കൂടെ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല 100% ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 1 ഡേ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു 9 അല്ലെങ്കിൽ 10 o'clock വരെ വലിയ കുഴപ്പമില്ലാതെ തന്നെ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് അപ്ഡേറ്റിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, റീസെറ്റ് ഓപ്ഷനിൽ പോവുക, റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 17.5 അപ്ഡേറ്റിന് ശേഷമുള്ള ഇത്രയും ദിവസം യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫോളോ അപ്പ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോശമല്ലാത്തൊരു നല്ല അപ്ഡേറ്റ് തന്നെയാണ് 17.5. അതിപ്പം ബഗ് ഫിക്സസിൻ്റെ കാര്യത്തിലാണെങ്കിലും സെക്യൂരിറ്റി പാച്ചസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ ഉള്ള ഡിവൈസിൻ്റെ പെർഫോമൻസ് അത്
അൺഈവൻ നമ്മുടെ എല്ലാ ഡിവൈസുകളിലും മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് ഇത് തരുന്നത്. സോ പെർഫോമൻസും ബാറ്ററിയും കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ടുണ്ട്. പിന്നെ ചില യൂസേഴ്സ് മെൻഷൻ ചെയ്തൊരു കാര്യമാണ് അവരുടെ 13 Pro അല്ലാന്നുണ്ടെങ്കിൽ 14 ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തപ്പം ഡിസ്പ്ലേക്ക് കംപ്ലയിൻ്റ് ഉണ്ടായി എന്നുള്ള കാര്യം. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ റാൻഡമായിട്ട് നടക്കുന്നതാണ്. ചിലപ്പം ലക്ഷത്തിൽ 1 or 2 നടക്കുന്നൊരു കാര്യമായിരിക്കും. സോ അത് നിങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമൻറ്റ് നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതിൽ വലിയ പ്രസക്തിയില്ല. സോ എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർ, അതായത് ഡിസ്പ്ലേ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുക. അവർ ത്രൂ നമുക്ക് ഈ അപ്ഡേറ്റ് കൊണ്ടുണ്ടായ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ്, ഫ്രീ ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് മാക്സിമം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. സോ അതിനെപ്പറ്റി അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 17.5.1ൻ്റെയും അപ്പോൾ ഇതൊക്കെയാണ് 17.5ൻ്റെ ഫോളോ അപ്പ് വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.